യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 5. മറ്റ് പ്രഭു കുടുംബങ്ങളിലെ സ്ത്രീകളെയൊക്കെ സുലൈഖ ക്ഷണിച്ചു, തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ വലിയൊരു വിരുന്ന് അവിടെ ഒരുക്കി വച്ചിരുന്നു. ആദ്യം തന്നെ അവർക്ക് കഴിക്കാനായി പഴങ്ങളൊക്കെ നൽകി. ആപ്പിൾ അടക്കമുള്ള പഴങ്ങൾ അതിലുണ്ടായിരുന്നു. അവർക്കൊക്കെയും ഓരോ കത്തിയും നൽകി. അങ്ങനെ ആ അവസരത്തിൽ സുലൈഖ യൂസുഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവരുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ യൂസുഫിനെ കണ്ടപ്പോൾ ആ സ്ത്രീകൾ ആശ്ചര്യഭരിതരാകുകയും തങ്ങളുടെ കൈകൾ സ്വയം മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറഞ്ഞു, ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഇതൊരു മലക്കോ മാലാഖയോ മറ്റോ ആണ്. കാരണം തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യനെ അവർ കണ്ടിട്ടേയില്ല. പ്രഭുപത്നി സുലൈഖ അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണല്ലോ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിരുന്നത്. തീർച്ചയായും ഞാൻ ഇദ്ദേഹത്തെ വശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം വഴങ്ങിയിട്ടില്ല. ഞാൻ കൽപ്പിക്കും വിധം ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ഞാനിവനെ ജയിലിലടപ്പിക്കും. അങ്ങനെ ഇവൻ നിന്ദനായി തീരുകയും ചെയ്യും. ഏതൊരു യുവാവും പാപത്തിൻ്റെ അഗാധഗർത്തത്തിൽ അമർന്നേക്കാവുന്ന ഇത്തരം സാഹചര്യത്തിൽ യൂസുഫ് പരിശുദ്ധിയുടെ ഉന്നത വിധാനത്തിൽ തന്നെ നിലകൊള്ളാൻ തീരുമാനിച്ചു. അതിന് നല്ലത് ആ സ്ത്രീകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടലാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, ഇവരെന്നെ ക്ഷണിക്കുന്നത് ഏതൊന്നിലേക്കാണോ അതിനേക്കാൾ എനിക്കിഷ്ടം ജയിൽ തന്നെയാണ്. ഇവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തട്ടിമാറ്റുന്നില്ല എങ്കിൽ ഞാൻ അവരുടെ കെണിയിൽ പെട്ടുപോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. പ്രഭു കുടുംബങ്ങളിലെ സ്ത്രീകളിൽ യൂസുഫ് ഒരു ചർച്ചാ വിഷയമായി മാറിയിരുന്നു. അങ്ങനെ സ്വന്തം കുടുംബിനികൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ഭരണാധികാരികൾ അദ്ദേഹത്തെ ജയിലടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തെറ്റും ചെയ്തിട്ടില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഭാവിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നല്ലത് യൂസുഫിനെ ജയിലിലടക്കുക എന്ന് തന്നെയാണ് നല്ലതെന്ന് അവർ തീരുമാനിക്കാനുണ്ടായത്.